അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ ദിവസവും ഒരുപാട് സംസാരിക്കാറുണ്ടല്ലേ? എന്താണ് സംസാരിക്കുന്നത്? പല ആളുകളുമായിട്ട് പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട്. എന്നാൽ ഉപകാരപ്രദമായിട്ടുള്ള എത്ര കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്? ആ സംസാരത്തിൻ്റെ ഇടയിൽ തന്നെ എത്ര കളവുകൾ നമ്മൾ പറയാറുണ്ട്? അതുപോലെ തന്നെ എത്ര മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും പറയാറുണ്ട്? ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ അതിന് സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ല. സ്ത്രീകളാകുമ്പോൾ അയൽക്കൂട്ടത്തിലോ അല്ലെങ്കിൽ അയൽവക്കത്തുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടോ ഈ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ചില സ്ത്രീകൾ ഒന്ന് പുറത്തിറങ്ങിയിട്ട് അടുത്തുള്ള ആളുകളൊക്കെ കൂടി ഒന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരാകുമ്പോൾ പീഡിയത്തിണ്ണയിൽ ഇരുന്നിട്ട്, ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട്, കലുങ്കിലിരുന്നിട്ട് ഒക്കെ സംസാരിക്കാറുണ്ട്. ഈ സംസാരത്തിൻ്റെ ഇടയിൽ ഒരുപാട് നമ്മൾ കളവുകളും മറ്റുള്ള ആളെക്കുറിച്ചും ഒക്കെ പറയാറുണ്ട്. ഇല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാരിൽ ചില ആളുകളെ ചില പണ്ഡിതന്മാർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരാളുടെ സംസാരം അധികരിച്ചാൽ അദ്ദേഹത്തിന്റെ ദോഷം വർദ്ധിക്കും. ദോഷം വർദ്ധിച്ചാൽ അദ്ദേഹത്തിന്റെ എളിമത്തരം കുറഞ്ഞു പോകും. എളിമത്തരം കുറഞ്ഞു പോയാൽ അദ്ദേഹത്തിന്റെ തഖ്വ കുറഞ്ഞു പോകും. അള്ളാഹുവിലുള്ള ഭയഭക്തി കുറഞ്ഞു പോകും. ഭയഭക്തി കുറഞ്ഞു പോയാൽ അദ്ദേഹത്തിന്റെ ഹൃദയം മരിച്ചു പോകും. ഹൃദയം മരിച്ചു പോയാൽ നരകത്തിൽ കടക്കും. ഇതാണ് ഹദീസ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സംസാരം വർദ്ധിച്ചാൽ നമ്മളിൽ നിന്നും തെറ്റുകൾ കൂടി വരും. തെറ്റുകൾ കൂടി വന്നാൽ നമ്മുടെ എളിമത്തരം എന്ന് പറയുന്നത് ഓരോ ആളുകൾക്കും വേണ്ടതാണ്. ആ എളിമത്തരം നഷ്ടപ്പെട്ടാൽ അദ്ദേഹത്തിന് തഖ്വ ഇല്ല എന്നുള്ളതാണ്. തഖ്വ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. തഖ്വ നഷ്ടപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന്റെ ഹൃദയം മരിച്ചു എന്നുള്ളതാണ് കണക്ക്. ഹൃദയം മരിച്ചു പോയാൽ പിന്നെ ആ മനുഷ്യൻ നരകത്തിൽ കടക്കും എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ കാരണം എന്താ? നമ്മളുടെ സംസാരമാണ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെ സംസാരിക്കാൻ പാടില്ല, എന്തൊക്കെ സംസാരിക്കാം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആരെങ്കിലും വന്നിട്ട് നമ്മോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് സംസാരം കാടുകയറി പോവുക എന്ന് പറയില്ലേ, അങ്ങനെ പിന്നെ ഏതൊക്കെ സ്ഥലം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് എന്ന് നമുക്ക് തന്നെ അറിയില്ല. അതിൽ പല ആളുകളെയും കുറ്റങ്ങളും കുറവുകളും വന്നേക്കാം. അതുപോലെ തന്നെ കളവുകൾ വന്നേക്കാം. കളവ് എന്ന് പറയുമ്പോൾ ഈ മൊബൈൽ വന്നതിനെ തൊട്ട് നമ്മൾ പറയുന്ന കളവിന് കണക്കുണ്ടാവില്ല. നമ്മുടെ ഒരു സുഹൃത്ത് ഉദാഹരണത്തിന് രാവിലെ ഒരു 10 മണിക്ക് ടൗണിലേക്ക് വരണം, നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം 10 മണിക്ക് ടൗണിലെത്തിയിട്ട് നമ്മളെ വിളിക്കുകയാണ്. ടൗണിൽ നിന്നും ഒരു അരമണിക്കൂർ ദൂരമുണ്ട് നമ്മളെ വീട്ടിലേക്കെന്ന് വിചാരിച്ചോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്രയായിരിക്കും. വിളിക്കുമ്പോൾ പറയാം, ഞാൻ വരുന്നുണ്ട്, വൈക്ക് ഇപ്പൊ എത്തി എന്നാ പറയാം. കളവല്ലേ അത്? പറയുമ്പോൾ അതൊന്നും സാരമില്ല എന്നാ കളവ് പറഞ്ഞിട്ട് അതൊന്നും സാരമില്ല. അപ്പൊ കളവിനെയൊക്കെ നമ്മളൊരു നിസ്സാരവൽക്കരിക്കുകയാണ്. അതൊക്കെ സ്വാഭാവികം, അത് അവനിക്ക് അറിയും, ഞാൻ പുറപ്പെട്ടിട്ടുണ്ടാവില്ല എന്നൊക്കെ അവനിക്കറിയോ ഇല്ലേ എന്നുള്ളതൊന്നല്ല. നമ്മൾ പറയുമ്പോൾ അത് സത്യസന്ധമായിരിക്കണം. ഒരിക്കലും കളവ് നമ്മൾ പറയരുത്. അതുപോലെ തന്നെ മറ്റുള്ള ആളെ കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും ഇതൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞതാണ്. പിന്നെയും പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒന്നാമത് സത്യമായിരിക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ പല ആളുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അറിയാതെ അവരെക്കുറിച്ച് കുറ്റങ്ങളും കുറവുകളും വന്നു പോകും. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഉപകാരമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് കൊണ്ട് വിഷയമല്ല. അല്ലെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എവിടെയെങ്കിലും ഒറ്റയ്ക്കിരിക്കുമ്പോൾ കുറച്ച് തസ്ബീഹ് ചൊല്ല്, സ്വലാത്ത് ചൊല്ല്, ദിക്ർ ചൊല്ല്. ഇനി ആളുകൾ കൂടുമ്പം തന്നെ പല നല്ല കാര്യങ്ങളും പറയും. മഹാന്മാരെ കുറിച്ച് പറയും. കൂടെ ഇരുന്നിട്ട് സ്വലാത്ത് ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ മഹാന്മാരുടെ ചരിത്രം പറയും. എന്തൊക്കെ പറയാനുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച്, അവിടുത്തെ പ്രിയ പത്നിമാരെ കുറിച്ച്, അവിടുത്തെ മക്കളെക്കുറിച്ച് ഇതൊക്കെ പറയുമ്പോൾ ഇനി ഉമ്മപങ്ങന്മാര് കൂട്ടത്തിൽ കൂടുന്ന സമയത്ത് മഹദിമാരായ ഒരുപാട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോലെയുള്ള, മറ്റു നഫീസ ബീവിയെ പോലെയുള്ള, മറിയം ബീവിയെ പോലെയുള്ള, ആസിയ ബീവിയെ പോലെ ഇങ്ങനെ ഒരുപാട് മഹദികൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ പറയുക, അവരിൽ നിന്നുണ്ടായിട്ടുള്ള ആ സ്വഭാവത്തെക്കുറിച്ച് പറയുക, അവരിൽ നിന്ന് നമുക്കെന്ത് എടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കുക. ബഹുമാനപ്പെട്ട നഫീസ റളിയല്ലാഹു അൻഹയെ കുറിച്ചൊക്കെ പറഞ്ഞാൽ തീരുല്ല. പറഞ്ഞാൽ എത്ര ഖത്തമാണ് ബഹുമാനപ്പെട്ട ബീവി അവർ ഓതിയിട്ടുള്ളത്.
അതും സ്വന്തം വീട്ടിൽ ഖബർ കുഴിച്ചു വെച്ചിട്ട് ആ ഖബറിൽ ഇരുന്നിട്ടായിരുന്നു ഖുർആൻ ഓതിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു, ആരാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു? മഹാനവറുകൾ പോലും ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടെന്നാ. എവിടെയാണ് അവരെയൊക്കെ സ്ഥാനങ്ങൾ അല്ലേ? അപ്പോ ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പറയുകയും അവരിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ എടുക്കുകയും, അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ എത്രയെത്ര മഹാന്മാരെ കുറിച്ച് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ധീരതയെക്കുറിച്ച്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ധീരതയെക്കുറിച്ച്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തഖ്വയെക്കുറിച്ച്, അവിടുത്തെ ആ ഒരു എളിമത്തരത്തിനെ കുറിച്ച്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിനെ കുറിച്ച്, ഇതൊക്കെ ആ സ്വഹാബത്തിന്റെ ജീവിതത്തിനെ കുറിച്ചാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഒരാൾക്കും ജീവിതത്തിൽ പോലും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളും നമ്മൾ പറയുകയാണെങ്കിൽ അതിനെക്കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്. അത് നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് രണ്ടാം സ്ഥാനത്താണ്. ആ പറയുന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് കൂലി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുക, ആഗ്രഹിച്ചാൽ തന്നെ അതിന് കൂലിയുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, എനിക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ, ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് പാവങ്ങളെ സഹായിക്കാമായിരുന്നില്ലേ? പാവങ്ങളുടെ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ, ഏതെങ്കിലും സഹായിക്കണം എന്നുള്ള വീഡിയോ കാണുമ്പോൾ നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോവാണ്, നമ്മുടെ കയ്യിൽ ഒരുപാട് സ്വത്തുണ്ടായിരുന്നെങ്കിൽ അവരെയൊക്കെ നമുക്ക് സഹായിക്കാമായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹത്തിന് തന്നെ ഒരുപാട് പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലില്ലാത്ത 2 അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചാൽ സ്വർഗം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ വാക്ക് തരുന്നു, നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? ആ എല്ലില്ലാത്ത ഒരു അവയവം നാവല്ലേ? അപ്പൊ ആ നാവ് സൂക്ഷിക്കേണ്ടതിൽ തൊട്ട് എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് ഈ പറയുന്ന എന്നോടാണ് ഞാൻ ഉപദേശിക്കുന്നത്, അത് നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളത് മാത്രമാണ്. കാരണം നിങ്ങളെ ആരെയും ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല, ഉപദേശിക്കുന്നത് മൊത്തം എൻ്റെ ശരീരത്തിനോടാണ്. അത് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമാണ്. കാരണം ഞാൻ നിങ്ങളെ ഉപദേശിക്കണമെങ്കിൽ ഞാൻ അതുപോലെയുള്ള ആളായിരിക്കണം. ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ അതുപോലെയുള്ള ആളാണ് എന്നുള്ളത്. കാരണം എന്നിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ വരാറുണ്ട്. അപ്പോൾ ആദ്യമായി എൻ്റെ ശരീരത്തിനോട് ഉപദേശിക്കുകയും നിങ്ങളോട് ഞാനത് ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ. അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.